ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ റീഡിംഗ് കോഴ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരുപാട് ആളുകളുണ്ട്, ഇംഗ്ലീഷ് വായിക്കാറുണ്ട്, പക്ഷെ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലൈനാണ് ഓൺ ദീസ് കളർഫുൾ ഒക്കേഷൻ. ഓൺ ദീസ് കളർഫുൾ ഒക്കേഷൻ. ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു അല്ലേ? ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേളയിൽ അല്ലെ, അല്ലെങ്കിൽ സന്ദർഭത്തിൽ എന്ന് പഠിച്ചു നമ്മൾ. ഓക്കെ, അതുപോലെ കളർഫുൾ, ഇവിടെ കളർഫുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്യൂട്ടിഫുൾ എന്നാണ്. ബ്യൂട്ടിഫുൾ, മനോഹരമായ എന്നാണ്, മനോഹരമായ. അപ്പം എന്തായി? ഓൺ ദീസ് കളർഫുൾ ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനോഹരമായ വേളയിൽ. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. എപ്പോഴെങ്കിലും പറയേണ്ടി വന്നാൽ വളരെ മനോഹരമായിട്ട് പറയാം. ഓൺ ദീസ് കളർഫുൾ ഒക്കേഷൻ, അല്ലെങ്കിൽ ഓൺ ദീസ് ബ്യൂട്ടിഫുൾ ഒക്കേഷൻ, ഈ മനോഹരമായ വേളയിൽ എന്ന് പറയാം. അടുത്താണ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. വുഡ് ലൈക്ക് ടു, ഈ 3 വേർഡുകൾ അടങ്ങുന്ന ഒരൊറ്റൊരു ഫ്രേസാണ്. ഇതൊരു പ്രയോഗമാണ്, വാക്യമാണ്. വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ആഗ്രഹിക്കുന്നു. അപ്പം എന്തായി? ഐ വുഡ് ലൈക്ക് ടു, ഞാൻ ആഗ്രഹിക്കുന്നു. എന്താഗ്രഹിക്കുന്നു? എക്സ്പ്രസ്. എന്താണ് എക്സ്പ്രസ്? എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കാം. ഇതൊരു വെർബാണ്. എക്സ്പ്രസ്ഡ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കാം. അപ്പോൾ എന്തായി? ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ്, ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത്? മൈ തോട്ട്സ്. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, തോട്ട്സ് എന്ന് പറഞ്ഞാലോ ചിന്തകൾ. അപ്പം എന്തായി? ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ തോട്ട്സ്, ഞാൻ എൻ്റെ ചിന്തകൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനെ കുറിച്ച്? ഓൺ. ഇവിടെ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബൌട്ട്, കുറിച്ച്, എബൌട്ട്. അപ്പോൾ ഓൺ എന്ന് പറയുന്ന വേർഡിന് എബൌട്ട് എന്ന് പറയുന്ന മീനിങ്ങും ഉണ്ട്. ഓക്കെ, ഓൺ എന്ന് വെച്ചാൽ കുറിച്ച്, എബൌട്ട്. എന്ത്? സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച്. എന്താണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ? സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ബഹുമാനിക്കുക എന്നാണ്. സ്വയം ബഹുമാനിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ എങ്ങനെയായി? സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് ഞാൻ എൻ്റെ ചിന്തകൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായി. അതും ഈ മനോഹരമായ വേളയിൽ. അപ്പോൾ ഇവിടെ വരെ നമ്മുടെ മീനിങ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വുഡ് ലൈക്ക് ടു ആഗ്രഹിക്കുന്നു. ഓക്കെ, എക്സ്പ്രസ് പ്രകടിപ്പിക്കാൻ. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നു പ്രകടിപ്പിക്കാൻ. മൈ തോട്ട്സ് എൻ്റെ ചിന്തകൾ. അപ്പോൾ ഒരു ഐഡിയ വന്നല്ലോ. പിന്നെന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു കറക്റ്റ് മലയാള മീനിങ് ആക്കുക. എന്തായി? എൻ്റെ ചിന്തകൾ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെയാണ്. ഒരുപാട് വായിക്കണം, കുറേ വായിക്കുക, പ്രാക്ടീസ് എങ്ങനെ ചെയ്യുക. ഒരുപാട് വായിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആവും, ഓട്ടോമാറ്റിക്കലാവും. പെട്ടെന്നെല്ലാം ആവില്ല, നടക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്ഷമയോട് കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക? ഇന്ന് വായിക്കാം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് സെൽഫ് റെസ്പെക്ട് മീൻസ്. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ, ഇവിടെ മീൻസ് എന്ന് വെച്ചാൽ, എന്ന് പറഞ്ഞാൽ എന്നൊക്കെ മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കുക? വൺ സ്ട്രെങ്ത്, ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത്. വൺസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ എന്താണ്? വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ. വൺ സ്ട്രെങ്ത്, ഒരാളുടെ ശക്തി. എന്നുവെച്ചാൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ശക്തി മനസ്സിലാക്കുക. അതാണെന്ത്? സെൽഫ് റെസ്പെക്ട്. ശക്തി മാത്രമല്ല, എന്താണ്? വീക്ക്നെസ്, കുറവുകൾ. എന്താണ്? കുറവുകൾ. അപ്പം എന്തായി? വൺ സ്ട്രെങ്ത്, ഒരാളുടെ ശക്തി, അതുപോലെ വീക്ക്നെസ്, കുറവുകൾ, അതുപോലെ വാല്യൂസ്, മൂല്യങ്ങൾ, വാല്യൂസ്. ആ വ്യക്തിയുടെ വാല്യൂസ് എന്തൊക്കെയാണ്? ഇതൊക്കെ മനസ്സിലാക്കണം. ശക്തി മാത്രമല്ല, സ്ട്രെങ്ത് മാത്രമല്ല, എന്താണ്? വീക്ക്നെസ് മനസ്സിലാക്കുക, ഒരാളുടെ സ്ട്രെങ്ത്, ഒരാളുടെ കുറവുകൾ, അതുപോലെ ഒരാളുടെ വാല്യൂസ്, മൂല്യങ്ങൾ, അതുപോലെ അതുപോലെ ബിലീഫ്, വിശ്വാസങ്ങൾ. അപ്പോൾ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ശക്തി, കുറവുകൾ, അതുപോലെ മൂല്യങ്ങൾ, അതുപോലെ ചിന്തകൾ, വിശ്വാസങ്ങൾ, അതൊക്കെ മനസ്സിലാക്കലാണ് എന്ത്? സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്ത സെൻറ്റൻസ് പറയാണ്. ഇവിടെ കണ്ടോ? വെൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ.
എപ്പോൾ, അത് ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോൾ എന്നാണ്. സെൻറ്റൻസ് വരുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ ബോൾ, പോൾ എന്നൊക്കെ പറയും. പോൾ, അപ്പോൾ അല്ലെങ്കിൽ പോൾ പറയും. വെൻ പീപ്പിൾ റെസ്പെക്ട്, വെൻ പീപ്പിൾ റെസ്പെക്ട്, ഇവിടെ കണ്ടോ, ആളുകൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ, ഇവിടെ കണ്ടോ ബോൾ, എന്താണ്, ആളുകൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ ആരെ, ദംസെൽവ്സ്, അവരെ തന്നെ. ആളുകൾ അവരെ തന്നെ ബഹുമാനിക്കുമ്പോൾ, ആളുകൾ അവരെ തന്നെ ബഹുമാനിക്കുമ്പോൾ എന്താ വയ്ക്കുന്നു, ദേ ബിലീവ്, അവർ വിശ്വസിക്കുന്നു. ദേ എന്ന് പറഞ്ഞാൽ അവർ, ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അപ്പം എന്തായി, ദേ ബിലീവ്, അവർ വിശ്വസിക്കുന്നു. എന്തിന്, ഇൻ ദയർ എബിലിറ്റീസ്. ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, എന്നർത്ഥം, അതുപോലെ ദയർ എന്ന് പറഞ്ഞാൽ അവരുടെ, എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കഴിവുകൾ. എന്തായി, ഇൻ ദയർ എബിലിറ്റീസ്, അവരുടെ കഴിവുകളിൽ, അവരുടെ കഴിവുകളിൽ. എന്നുവെച്ചാൽ ആളുകൾ അവരെ തന്നെ ബഹുമാനിക്കുമ്പോൾ, ആളുകൾ അവരെ തന്നെ ബഹുമാനിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവർ വിശ്വസിക്കും. ദേ ബിലീവ്, അവർ വിശ്വസിക്കും. ഏതിൽ, ഇൻ ദയർ എബിലിറ്റീസ്, അവരുടെ കഴിവുകളിൽ വിശ്വസിക്കും. ആൻഡ് അതുപോലെ വാല്യൂ, അതുപോലെ വാല്യൂ കൊടുക്കും, ഒരു മൂല്യം കൊടുക്കും, വാല്യൂ കൊടുക്കും. എന്തിന് വാല്യൂ കൊടുക്കും, ദയർ ഓൺ ഒപ്പീനിയൻസ്, ദയർ ഓൺ ഒപ്പീനിയൻസ്, അവരുടെ സ്വന്തമായിട്ടുള്ള ചിന്തകളുണ്ടല്ലോ, വിചാരങ്ങൾ, ഒപ്പീനിയൻ, വിചാരങ്ങൾ, അവരുടെ സ്വന്തമായിട്ടുള്ള വിചാരങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നവർ. കേട്ടോ, വാല്യൂ വെർബാണ് ഇവിടെ, വെർബ് വാല്യൂ എന്ന് വെച്ചാൽ മൂല്യം കൊടുക്കുന്നു, കൊടുക്കുന്നു. ദയർ, അവരുടെ, ഓൺ സ്വന്തമായിട്ടുള്ള, ഓൺ ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞാലോ, ഓൺ ഒപ്പീനിയൻസ്, സ്വന്തമായിട്ടുള്ള വിചാരങ്ങൾക്ക് അവർ വാല്യൂ കൊടുക്കുന്നു. അടുത്താണ് പിന്നെ പറയാണ്, ഇറ്റ്, ഇത്, ക്യാൻ, കഴിയും, ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. അപ്പോൾ എന്തായി, ഇറ്റ് ക്യാൻ ബ്രിങ്, ഇതിന് കൊണ്ടുവരാൻ കഴിയും. എന്തിന്, സെൽഫ് റെസ്പെക്റ്റിന് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയും, എ ബിഗ് ചേഞ്ച്, എന്ന് പറഞ്ഞാൽ ഒന്ന്, ബിഗ് എന്ന് പറഞ്ഞാൽ വലിയത്, ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റം. അപ്പോൾ എന്തായി, ഒരു വലിയ മാറ്റം എന്നുവെച്ചാൽ ഇതിന് സെൽഫ് റെസ്പെക്റ്റിന് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നതായി അല്ലേ. സെൽഫ് റെസ്പെക്റ്റിന് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. എവിടെ, ഇൻ അവർ ലൈഫ്സ്, നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ ഉണ്ടോ, ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഇത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്ന് വെച്ചാൽ സെൽഫ് റെസ്പെക്റ്റ്, അതാ പറഞ്ഞത്. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, ഇവിടെ കണ്ടോ, ഇറ്റ്, ഇത്, ഓക്കെ, ഇത്, ഇറ്റ് ക്യാൻ ചേഞ്ച്, ഇത് എന്താ, കഴിയും, ചേഞ്ച്, മാറ്റം, ഇതിന് മാറ്റം വരുത്താൻ കഴിയുന്നതായി, ഇതിന് മാറ്റം വരുത്താൻ കഴിയും. എന്ത് മാറ്റം വരുത്താൻ കഴിയും, വൺസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ, വൺസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ലൈഫ് സ്റ്റൈൽ, ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതം, സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ രീതി, ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാലോ ജീവിത രീതി. അപ്പോൾ എന്തായി, ഇറ്റ് ക്യാൻ ചേഞ്ച് വൺസ് ലൈഫ് സ്റ്റൈൽ, ഇതിന് ഒരാളുടെ ജീവിത രീതി മാറ്റാൻ കഴിയുന്ന പറഞ്ഞത്, ഒരാളുടെ ജീവിത രീതി മാറ്റാൻ കഴിയും. എന്തിന്, സെൽഫ് റെസ്പെക്റ്റിന്, അതും കംപ്ലീറ്റ്ലി, മുഴുവനായി. അപ്പം മുഴുവനായിട്ട് സെൽഫ് റെസ്പെക്റ്റിന് ഒരു വ്യക്തിയുടെ ജീവിത രീതിയെ മാറ്റാൻ കഴിയുന്ന പറയുന്നത് ശരിയല്ലേ? തീർച്ചയായിട്ടും, ഒരു സംശയം വേണ്ട. ദാറ്റ്സ് ദ പവർ ഓഫ് സെൽഫ് റെസ്പെക്റ്റ്. ഇനി അടുത്താണ്, സോ അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, മൈ ഡിയർ ഫ്രണ്ട്സ്, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വി എന്നാൽ നമ്മൾ, ഓൾ എല്ലാവരും, വി ഓൾ എന്ന് പറഞ്ഞാലോ നമ്മളെല്ലാവരും ഹാവ് ടു റെസ്പെക്റ്റ് അവർ സെൽഫ്സ് എന്നർത്ഥം. ഹാവ് ടു റെസ്പെക്റ്റ്, ബഹുമാനിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ബഹുമാനിക്കേണ്ടതുണ്ട്. ആരെ ബഹുമാനിക്കേണ്ടതുണ്ട്, അവർ സെൽഫ്, നമ്മളെ തന്നെ. എന്താ പറയുക, നമ്മളെല്ലാവരും നമ്മളെ തന്നെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഫസ്റ്റ്, ആദ്യം നമ്മളെല്ലാവരും നമ്മൾ തന്നെ ബഹുമാനിക്കേണ്ടതുണ്ട്. എന്തിന്, ടു ലീഡ് എന്ന് പറഞ്ഞാൽ നയിച്ചുകൊണ്ട് പോവുക, നയിക്കുക എന്ന് പറയുന്നത്, നയിക്കുക, ലീഡർ എന്തെയും ലീഡ് ചെയ്യും അല്ലേ, ലീഡർ നയിക്കുക. എന്ത് നയിക്കുക, എ ഹാപ്പി ലൈഫ്, ഒരു സന്തോഷമുള്ള ജീവിതം,
ഒരു സന്തോഷമുള്ള ജീവിതം. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. നമുക്ക് റെസ്പെക്റ്റ് ബഹുമാനിക്കേണ്ടതുണ്ട്, നമ്മളെ തന്നെ ഒരു സന്തോഷമുള്ള ജീവിതം നയിക്കാൻ എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അത് ശരിക്കും അർത്ഥം വെക്കുക. എങ്ങനെ? എന്ന് വെച്ചാൽ ഒരു സന്തോഷ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മളെ തന്നെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നായി. ഇതിങ്ങനെ പറയാൻ കഴിയും എപ്പോഴും ഒരുപാട് വായിക്കണം, നല്ല ക്ഷമയോടുകൂടി കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വായിക്കാം. വായിച്ചിട്ട് ഇങ്ങനെ അർത്ഥം വെക്കാൻ നോക്കുക. അതൊരു ഹാബിറ്റാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി ഏത് സെൻറ്റൻസ് വായിച്ചിട്ട് അർത്ഥം വെക്കാൻ കഴിയും. ഇനി അടുത്താണ്, പിന്നെ നമ്മൾ പറയാണ്, ഇവിടെ കണ്ടോ, ഐ ഡോണ്ട് വോണ്ട് ടു പ്രൊലോങ്. പ്രൊലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടിക്കൊണ്ട് പോവുക. നീട്ടിക്കൊണ്ട് പോവുക, പ്രൊലോങ്. അപ്പോൾ എന്താ പറയുക? ഐ ഡോണ്ട് വോണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വോണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാഗ്രഹിക്കുന്നില്ല? ടു പ്രൊലോങ് മൈ ടോക്ക്. ഞാൻ എൻ്റെ സംസാരം, ടോക്ക്, എൻ്റെ സംസാരം ഞാൻ നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നായി. ഐ ഡോണ്ട് വോണ്ട് ടു പ്രൊലോങ് മൈ ടോക്ക്. ഐ ഡോണ്ട് വോണ്ട് ടു പ്രൊലോങ് മൈ ടോക്ക്. അടുത്തതാണ്, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ ഹാവ് എ ഗ്രേറ്റ് ഡേ. നല്ലൊരു മനോഹരമായ ദിവസമാകട്ടെ എന്ന് പറയാണ്. എന്നിട്ട് താങ്ക് യു, നിങ്ങൾക്ക് നന്ദി, നിങ്ങൾക്ക് നന്ദി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കല്ലേ, സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ, അതിൽ പേജ് നമ്പർ 266 ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇതുണ്ട്, രണ്ടാമത്തെ സ്പീച്ചാണ്. രണ്ടാമത്തെ സ്പീച്ചാണ് സെൽഫ് റെസ്പെക്റ്റ്. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയിട്ട് ശരിക്കും വായിച്ചിട്ട് എന്ത് ചെയ്യാം, മീനിങ് വെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു ചോദിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു എവരിവൺ.